പതിറ്റാണ്ടുകളോളം സാംസ്കാരിക കേരളത്തിന്റെ ഗർജനമായിരുന്ന സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് 13 വർഷം പിന്നിടുന്നു. സാഹിത്യ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങി നിന്ന സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ച് സാംസ്കാരിക നഗരി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയാനും ഏതു വിഷയത്തിലും കൃത്യമായി പ്രതികരിക്കാനും കഴിവും തന്റേടവുമുള്ള ഒരു സാംസ്കാരിക നായകനായിരുന്നു സുകുമാർ അഴീക്കോട്. സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അദ്ദേഹം മുഖം നോക്കാതെ വിമർശിച്ചിരുന്നു. അനീതിക്കും അഴിമതിക്കും അക്രമത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കും സാമൂഹിക തിന്മയ്ക്കുമെതിരെ ഒറ്റയ്ക്ക് പോരാടിയ മഹാരഥനായിരുന്നു അദ്ദേഹം. ഭരണഘടന പോലും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം വലിയ ശൂന്യതയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. സുകുമാർ അഴീക്കോട് എന്ന ധാർമ്മിക ധൈര്യത്തിന്റെ ദീപശിഖ പുതുതലമുറയ്ക്ക് ആവേശം പകരുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ അനുസ്മരണവും. കാലത്തിന് മാറ്റാനാകാത്ത ആ യുഗപുരുഷന്റെ ഓർമ്മയ്ക്കായി എരവിമംഗലത്ത് മണലിപ്പുഴയുടെ തീരത്തുള്ള അദ്ദേഹത്തിന്റെ വസതി സ്മാരകമാക്കി മാറ്റിയെങ്കിലും പരാധീനതകൾ പേറുന്ന ആ സ്മാരകത്തിൽ ഗുജറാത്തിലെ ഗാന്ധി മ്യൂസിയത്തിലേതുപോലെ അഴീക്കോടിന്റെ ഗർജിക്കുന്ന പ്രഭാഷണം മുഴങ്ങുന്ന ഹോം തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ എത്ര പണം ആവശ്യമാണെങ്കിലും അക്കാദമി പ്രോജക്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ MLA ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക അനുവദിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയാൽ എത്ര ലക്ഷം രൂപയാണെങ്കിലും MLA ഫണ്ടിൽ നിന്ന് ആ പണം നൽകാം എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ആ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു തിയേറ്റർ കൂടി വളരെ ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഒരു യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പാർക്ക് സന്ദർശിക്കാൻ വരുന്നവർ സുകുമാർ അഴീക്കോട് സ്മാരകം സന്ദർശിക്കുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.